വർഷം 2002. സംവിധായകൻ കസ്തൂരി രാജ തന്റെ മകനായ ധനുഷിനെ നായകനാക്കി ഒരു സിനിമ പുറത്തിറക്കി. പേര് തുള്ളുവതോ ഇളമൈ. ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായെങ്കിലും ചില്ലറ നെഗറ്റീവ് കമന്റുകളല്ല അന്ന് ധനുഷ് കേട്ടത്. തന്റെ രൂപത്തിന്റെയും ശരീരത്തിന്റെയും പേരിൽ വളരെ ക്രൂരമായി അന്ന് ധനുഷിനെ ആളുകൾ ട്രോളി. സിനിമയിൽ ഒരു പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ട് ധനുഷ് നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഈ ലുക്കിന്റെ പേരിലും ധനുഷിന് പഴി കേട്ടു. വർഷം 2025. 23 വർഷങ്ങൾക്കിപ്പുറം തേരെ ഇഷ്ക് എന്ന തന്റെ ഹിന്ദി ചിത്രത്തിൽ മറ്റൊരു പട്ടാള യൂണിഫോം ഇട്ട് നടന്നു വരുന്ന ധനുഷിന്റെ രംഗം അത്ഭുതത്തോടെയും കയ്യടികളോടെയുമാണ് പ്രേക്ഷകർ വരവേൽക്കുന്നത്. കാരണം ഇന്ന് ധനുഷ് തമിഴിൽ മാത്രമല്ല അങ്ങ് ഹിന്ദിയിലും വിലപിടിപ്പുള്ള താരമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹിന്ദി സിനിമയ്ക്ക് അത്ര നല്ല സമയമല്ല. വലിയ വിജയങ്ങളിൽ ഒന്ന് പുറകോട്ട് പോയ ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷ നൽകാനെത്തിയ സിനിമയാണ് തേരെ ഇഷ്ക്. വലിയ ഹൈപ്പോടെയാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. പണ്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ വന്ന രാഞ്ചനയും തേരെ ഇഷ്ക് ഒരുക്കുന്ന അതേ ആനന്ദൽ റായുടെ ആയിരുന്നു. അതുകൂടിയാകുമ്പോൾ ഹൈപ്പ് ഇരട്ടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തമിഴ് തന്റേതായ സ്ഥാനം കെട്ടിയുറപ്പിക്കുമ്പോഴായിരുന്നു ഹിന്ദിയിലേക്കുള്ള വിളി ധനുഷിനെ തേടിയെത്തുന്നത്. ഹിറ്റ് സംവിധായകൻ ആനന്ദൽ റായ് രാഞ്ചന എന്ന ചിത്രവുമായി വരുമ്പോൾ എല്ലാവരും ആദ്യമൊന്ന് സംശയിച്ചു കാണും. കാരണം ഹിന്ദി നായകന്മാർ എങ്ങനെ ഇരിക്കണം എന്ന് കാലങ്ങളായി ഉണ്ടാക്കി വെച്ച മാതൃകളോടൊന്നും ചേർന്നു പോകാത്ത രൂപമായിരുന്നു ധനുഷിൻ്റേത്. ഇവൻ ആരാണ് എന്നായിരുന്നു അന്നത്തെ ബോളിവുഡ് പ്രേക്ഷകർ ആദ്യം ആരാഞ്ഞത്. ധനുഷിന്റെ നിറത്തിനും കിട്ടി കണക്കിന് കളിയാക്കൽ. എന്നാൽ അതിനെല്ലാം സിനിമയുടെ ആദ്യ ഷോ വരെ ആയുസുണ്ടായിരുന്നുള്ളൂ. കുന്ദൻ എന്ന നായകനായുള്ള ധനുഷിന്റെ പെർഫോമൻസ് കണ്ട് ഹിന്ദി പ്രേക്ഷകർ അത്ഭുതപ്പെട്ടു. ഹിന്ദി സംസാരിക്കാൻ അറിയാതിരുന്നിട്ടും ബനാറസിൽ ജനിച്ചു വളർന്ന ഒരു തമിഴ്നാട്ടുകാരന്റെ രൂപഭാവങ്ങളും ഡയലോഗുകളും കൃത്യതയോടെ അവതരിപ്പിച്ചെടുക്കാൻ ധനുഷിന് കഴിഞ്ഞു. AR റഹ്മാന്റെ ഗംഭീര പാട്ടുകൾ കൂടി ചേർന്നപ്പോൾ രാഞ്ചന വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടുന്ന സിനിമയായി. അന്ന് മികച്ച നവാഗത നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിയാണ് ധനുഷ് മുംബൈ വിട്ടത്. തൊട്ടടുത്ത വർഷം സാക്ഷാൽ അമിതാഭ് ബച്ചനൊപ്പം ഷമിതാബ് എന്ന സിനിമയിലൂടെ ധനുഷ് വീണ്ടും ബോളിവുഡിലെത്തി. പ്രതീക്ഷിച്ച വിജയം സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും ബച്ചനൊപ്പം കട്ടയ്ക്ക് നിന്ന് ധനുഷ് ഞെട്ടിച്ചു. അതോടൊപ്പം ദി എക്സ്ട്രാ ഓർഡിനറി ജേർണി ഓഫ് ദി ഫക്കീർ എന്ന സിനിമയിലൂടെ വേൾഡ് സിനിമയിലേക്കും ധനുഷ് ചുവടുവെച്ചു. 2021 ധനുഷ് ബോളിവുഡിലേക്ക് വീണ്ടും എത്തിയത്. ഇത്തവണയും ആനന്ദൽ റായ് തന്നെ ധനുഷിന്റെ സംവിധായകനായി എത്തി. അതിരംഗീറ എന്ന ചിത്രത്തിലെ വിഷു എന്ന കഥാപാത്രമായുള്ള ധനുഷിന്റെ പ്രകടനം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതായിരുന്നു. ഇമോഷണൽ രംഗങ്ങളായിക്കൊള്ളട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, ധനുഷ് ഒപ്പമുള്ള അഭിനേതാക്കളെ കടത്തിവെട്ടി. എന്നാൽ ഇന്ത്യൻ സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ചത് ദി ഗ്രേമാൻ എന്ന സിനിമയിലെ ധനുഷായിരുന്നു. അവഞ്ചേഴ്സ് ഒരുക്കിയ ദി റൂസോ ബ്രദേഴ്സ് നെറ്റ്ഫ്ലിക്സിനായി ഒരുക്കിയ ദി ഗ്രേമാനിൽ അവിക്സൻ എന്ന കഥാപാത്രമായിട്ടാണ് ധനുഷ് എത്തിയത്. ചെറിയ സ്ക്രീൻ ടൈം ആയിരുന്നുവെങ്കിലും ഗംഭീര ആക്ഷനും സ്ക്രീൻ പ്രസൻസും കൊണ്ട് ധനുഷ് ഞെട്ടിച്ചു. ഹോളിവുഡിലേക്ക് കിടിലൻ എൻട്രി. ധനുഷിന്റെ കഥാപാത്രത്തിന് കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സ്പിൻ ഓഫ് ചിത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പിന്നീട് ദി റൂസോ ബ്രദേഴ്സ് പറഞ്ഞിരുന്നു. ദി ഗ്രേമാനിന്റെ 2ാം ഭാഗവും നെറ്റ്ഫ്ലിക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനുഷും ഈ 2ാം ഭാഗത്തിൽ ഉണ്ടെന്നാണ് വിവരം. തമിഴിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് ധനുഷ്. സ്വന്തം നാട്ടിലും പരിചിതമായ ഭാഷയിൽ നിന്നുകൊണ്ട് ആ സ്ഥാനം നേടിയെടുക്കുന്നതിനേക്കാൾ ഏറെ ശ്രമകരമാണ് മറ്റു ഭാഷകളിൽ ചെന്ന് വിജയം നേടുക എന്നത്. ധനുഷ് അത് പക്ഷേ സാധിച്ചെടുത്തിട്ടുണ്ട്. തന്റെ അന്യഭാഷാ സിനിമകളിൽ എല്ലാം തന്നെ തമിഴ് പശ്ചാത്തലത്തിലുള്ള കഥാപാത്രമായിട്ടാണ് ധനുഷ് എത്തുന്നതെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഭാഷയുടെയോ ആക്സന്റിന്റെയോ അതിർവരമ്പുകളില്ലാതെ അഭിനയിക്കാൻ ധനുഷിന് കഴിയുന്നുണ്ട്. എന്നുവെച്ച് ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ധനുഷിന് മറ്റു ഭാഷകളിൽ വെല്ലുവിളികൾ കുറവായിരുന്നു എന്ന് പറയാനാകില്ല. തന്റെ എലമെന്റിൽ നിന്നുകൊണ്ട് എന്നാൽ പൂർണ്ണമായും ആ സിനിമകളിലെ കഥാപാത്രമായി മാറിയാണ് ധനുഷ് ഓരോ സിനിമകളിലും എത്തിയിട്ടുള്ളത്. ഇപ്പോഴാ തേരെ ഇഷ്ക് ഹിന്ദിയിൽ തനിക്കുള്ള സ്വീകാര്യതയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ധനുഷ്. വമ്പൻ ഹൈപ്പിലെത്തിയ സിനിമ ആദ്യ ദിനം 16 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ അക്ഷയ് കുമാർ ചിത്രം ജോളി LLB 3, ആമിർ ഖാൻ ചിത്രം സിത്താരെ സമീൻ പർ, അജയ് ദേവ്ഗൺ ചിത്രം ദേ ദേ പ്യാർ ദേ 2 തുടങ്ങിയ സിനിമകളെ തേരെ ഇഷ്ക് മറികടന്നു. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ധനുഷ് പ്രകടനം കൊണ്ട് തകർത്തെന്നാണ് അഭിപ്രായങ്ങൾ. നോർത്തിലെ പ്രേക്ഷകർ ധനുഷിനെ വാനോളം പുകഴ്ത്തുന്നുണ്ട്. എന്തായാലും കുറച്ചു നാളുകളായി ഹിറ്റുകളില്ലാതെ വരണ്ടു കിടന്ന ബോളിവുഡിന് ആശ്വാസമാകുന്നുണ്ട് ഈ ധനുഷ് ചിത്രം. അഭിനയം കൊണ്ട് നേരത്തെ തന്നെ ഹിന്ദി പ്രേക്ഷകരുടെ മനം കവർന്ന ധനുഷിന് ഇത്തവണ ബോക്സ് ഓഫീസിൽ കണക്കുകൾ കൊണ്ടും ബോളിവുഡിനെ ഞെട്ടിക്കാനാകട്ടെ.